ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നറിയോ? എൻ്റെ ഒരു മാസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതായത് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്കുള്ള ഒരു മാസത്തെ വളരെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഭക്തിസാന്ദ്രമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ പൂജപ്പുര സ്റ്റേഡിയം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അവരുടെ പാട്ടുകൾ കേൾക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ തിക്കും തിരക്കുമായിട്ടൊക്കെ പോകുന്നത് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം ഇന്ന് നമ്മുടെ പൂജപ്പുര സ്റ്റേഡിയത്തിൽ അവരുടെ പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീടിന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ അടുത്ത് വന്നിട്ട് പോയി കണ്ടില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര വിഷമമാവും എന്നുള്ളതുകൊണ്ട് നമ്മളടുത്ത് അങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്കിന് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത്. വളരെ ലേറ്റായിട്ട് തലേ ദിവസം എന്തുമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും എൻ്റെ ഒരു ചേച്ചി, പുള്ളിക്കാരത്തെയാണ് ദിവ്യ ചേച്ചി. ഇതാണ് ദിവ്യ ചേച്ചി കേട്ടോ. ചേച്ചിയാണ് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞതും അതിൻ്റെ ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ച് തന്നതും ഒക്കെ ചേച്ചിയാണ്. നമ്മൾ കുറച്ച് ഡിലേ ആയിട്ട് അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടൊന്നും സീറ്റൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി വിത്തിൻ മിനിറ്റ്സ് അവരുടെ ടിക്കറ്റ്സൊക്കെ സോൾഡ് ഔട്ട് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ അറിഞ്ഞപ്പം കിട്ടിയത് ടിക്കറ്റ് ഏതാണോ അത് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ചേച്ചി അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അറിഞ്ഞു, നമ്മൾ പോയി കാണാൻ പറ്റി. അതും ഇത്ര അടുത്തുണ്ടായിട്ട് കൂടി നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പം അവർ നമ്മുടെ സ്റ്റേജിലേക്ക് വന്നു തുടങ്ങിയത്. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരൊരു 6:30 ആയപ്പോഴത്തേക്കിന് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ സൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണിയായപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോഗ്രാം എവിടെ ബുക്ക് ചെയ്യുന്നു അവിടെ അവരുടെ എൻട്രി, അതായത് ടിക്കറ്റ് എടുത്ത ആളുകൾക്കുള്ള എൻട്രി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ആണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് എൻട്രി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ 2 മണി തൊട്ട് ഇവരുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ ഉള്ള ആളുകൾ, അത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്നവരൊക്കെ നേരത്തെ വന്നിട്ട് ഈ സ്റ്റേഡിയത്തിലുള്ള വെയിൽ, ചൂട് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ സഹിച്ചിട്ടാണ് അവർ വന്നിട്ട് അങ്ങനെ ഇരുന്ന് പ്രോഗ്രാം കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും അത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യമാണ്. വെയിലും ചൂടും ഒക്കെ സഹിച്ച് അങ്ങനെ വന്നിരുന്നിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് വന്നിരുന്ന പ്രോഗ്രാം കണ്ടിട്ട് പോകും. അപ്പോൾ അത് അവരുടെ ഒരു ഭയങ്കര ഒരു പവർ തന്നെയാണെന്ന് ഞാൻ പറയും. അപ്പോൾ അതല്ല, നമ്മൾ അതിനകത്ത് ആ ഒരു പ്രോഗ്രാമിൽ അങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഏതോ ഒരു സ്വർഗരാജ്യത്തൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര ബ്ലെസ്ഡാണ് ആ ഒരു സമയത്ത്. നമ്മൾ ഭയങ്കര ഫീലിംഗ് ആയിട്ട് നമുക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു 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 സ്ഥലത്തിരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് അവിടെ ചെന്ന് ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ജനങ്ങളും അവരുടെ ആ ഒരു പരിപാടി, ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് അവിടെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത്. കാര്യം അത്രത്തോളം നമുക്ക് ഒരു പ്രത്യേകതരൊരു സന്തോഷം തരുന്നൊരു പരിപാടിയാണ് കേട്ടോ ഈ അവരുടെ ഒരു ഭജൻസ് എന്ന് പറയുന്നത്. അത് ഭജൻസ് ആയാലും അവരുടെ ആ ഒരു കോർഡിനേഷൻ ആണെങ്കിലും അവരുടെ ആ മ്യൂസിക് സിസ്റ്റം, ആ ഒരു സംവിധാനങ്ങളായാലും എല്ലാം അടിപൊളിയാണ്. ഭയങ്കര രസമാണ്, വൈബാണ്. നമുക്ക് തുടങ്ങിയിട്ട് തീരണത് നമ്മൾ അറിയേയില്ല. അത്രത്തോളം നമ്മൾ അതിനകത്ത് അങ്ങനെ മുഴുകിയിരുന്നു പോകും. ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് എൻഡിങ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങി ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കിനും ലാസ്റ്റ് എൻഡിങ്ങോടെ തീരാറായിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം നമ്മളൊരു 4 മണിക്ക്, ഞങ്ങളൊക്കെ ഒരു 4:45 ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 4:45 പോയിട്ടുണ്ടായിരുന്നത്. 4:45 തൊട്ട് നമ്മൾ 9:30 മണി വരെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു രീതിയിലും ബോറടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ എന്തായാലും അങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു. ഇത് അടുത്ത ദിവസമാണ്. ഞങ്ങൾ ഈ റോഡിൽ കൂടെ എവിടെ പോകാമെന്ന് വിചാരിച്ചാൽ, ഞങ്ങളുടെ ഡാൻസ് സ്കൂളിലെ ഡാൻസ് മേറ്റ് എല്ലാവരും കുറച്ച് പേര് ചേർന്നിട്ടൊരു ചെറിയ നൈറ്റ് ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിന്നർ ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയതാണ് കേട്ടോ. അപ്പം അത് എൻ്റെ കൂടെ ഇരിക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയ, ദിവ്യ ചേച്ചി, ജിതീഷ്, പിന്നെ ഞങ്ങൾ 4 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. പ്രിയ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ദിവ്യ ചേച്ചി HLL എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ജിതീഷ് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ, ആക്ച്വലി ഞങ്ങളുടെ ഇൻസ്ട്രക്ടറാണ്. ആളാണ് ഞങ്ങളെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ പിന്നെ ഇപ്പോൾ അവന് ഒരു റിയാലിറ്റി ഷോയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആശാന്.
നമ്മുടെ വിജയ് ടി വിയിൽ, തമിഴിൽ വിജയ് ടി വിയിൽ ജോഡി ആർ യു റെഡി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ചാനലൊക്കെ ഷോയൊക്കെ ഔട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്, എപ്പിസോഡ്സൊക്കെ ഔട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ട് ആളിപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പിട്ടൊന്ന് കൂടിയിട്ട് ഒക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാര്യം നമുക്ക് വോട്ടിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അവരുടെ റിയാലിറ്റി ഷോയിൽ ജഡ്ജസാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോട്ടിങ് പരിപാടികളൊന്നുമില്ല. പക്ഷേ അവർ അല്ലാണ്ട് കണ്ട് നമ്മളെ ചാനൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ വിജയ് ടി വിയിലാണ്, ജോഡി ആർ യു റെഡി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഫൈനലിലൊക്കെ വന്നെങ്കിൽ നമുക്കൂടെയൊക്കെ പോയിട്ട് കാണാമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും പ്രേ ചെയ്യണം അവനോട് വേണ്ടിയിട്ട്. ജിതീഷ് ഒരു പെയറായിട്ടാണ്, ജോഡി എന്ന് പറഞ്ഞിട്ട് പെയറായിട്ടാണ് ചെയ്യുന്നത്. ഒരു കുട്ടിയുണ്ട് കൂടെ. അങ്ങനെ അപ്പം ഞങ്ങളങ്ങനെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നോൺ വെജ് ഐറ്റംസിനോടൊന്നും ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ ക്രേസൊന്നുമില്ല. പക്ഷേ അവരൊക്കെ കഴിക്കണം അങ്ങനത്തെ ഐറ്റംസ് ആകുമ്പോഴത്തേക്കിന് നമ്മളും കൂടെ ഒരു കമ്പനി കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ പോയിട്ട് ഞങ്ങൾ എന്തോ മന്തിയല്ല അത്, ശരിക്കും എന്തോ ഒരു അൽഫാം പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ വാങ്ങിയിട്ട് കഴിച്ച്. എനിക്കാണെങ്കിൽ ഇതൊന്നും അങ്ങനെ അധികം ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും അല്ല, പിന്നെ കൂട്ടത്തിൽ കൂടും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ടേസ്റ്റായിട്ടൊന്നും തോന്നിയതുമില്ല സത്യം പറഞ്ഞാൽ. ഞാൻ കഴിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഭയങ്കര ഒരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും നമ്മുടെ കൂടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും ഉള്ളതേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒന്നും നമ്മുടെ കൂടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രം. അത് എല്ലാവരും നോക്കിയിരുന്ന് നമുക്ക് നടക്കില്ല. ഇത് നമ്മൾ കുറേ ദിവസമായിട്ടേ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. അവൻ ആദ്യം ഒന്ന് പോയി, സെലക്ഷന് മുന്നേ പോയിട്ട് ഉണ്ടായിരുന്നു, അതിനുശേഷം വീണ്ടും പോയി. അങ്ങനെ ഓരോ സമയത്ത് പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ വിചാരിക്കും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് പോവാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നടക്കത്തില്ല. അപ്പം എല്ലാവരെയും നോക്കിയിരുന്ന് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും വേണ്ട, അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എന്തെങ്കിലും ഒരു ഡെസേർട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അങ്ങനെ ഡെസേർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വാങ്ങി കഴിച്ചു. അവൻ കഴിക്കും, അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് നമ്മുടെ വായിൽ വെച്ച് തരും, അങ്ങനെ നമ്മളും കഴിക്കും. അങ്ങനെയൊക്കെ കുറച്ച് നേരം ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വിഷമമുണ്ട്, കാര്യം ആൾ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, നല്ല രീതിയിൽ നല്ല ടാലൻ്റ് ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൾ പോകുമ്പോഴത്തേക്കിനൊരു വിഷമമുണ്ട്. പക്ഷേ പോയിട്ട് ആളുടെ കരിയറിൻ്റെ കാര്യമല്ലേ, അപ്പോൾ പോയിട്ട് നന്നായിട്ട് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പം കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മൾ കോസ്റ്റ്യൂം എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. ഇത് കോസ്റ്റ്യൂം റെൻ്റൽ എടുക്കുന്ന ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമുക്ക് ഓരോ ഡാൻസിനും അനുസരിച്ചുള്ള കോസ്റ്റ്യൂംസുകൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മുടെ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് യൂസ് ഇല്ലല്ലോ. അപ്പം ഒരു പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂം എടുത്ത് അടുത്ത പ്രോഗ്രാമിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെൻ്റൽ എടുക്കുക എന്നുള്ളതാണ്. റെൻ്റലാകുമ്പോഴത്തേക്കിനും എല്ലാവരുടെയും അളവിനും സൈസിനും ഉള്ളതൊക്കെ കിട്ടും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് തിരിച്ച് റെൻ്റിൽ റിട്ടേൺ കൊടുത്താൽ മതിയാവും. അല്ലാണ്ട് നമ്മളായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇത് നമ്മുടെ ചമയം എന്ന് പറഞ്ഞിട്ട് അമ്പലമുക്കിലുള്ളൊരു സ്ഥാപനമാണ് കേട്ടോ. അവിടെ പോയിട്ടാണ് നമ്മളെല്ലാം ബുക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഡാൻസ് പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് കൂടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഇത് നമ്മൾ വീണ്ടും കോസ്റ്റ്യൂം നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ, ഈസ്റ്റ് ഫോർട്ടുള്ളൊരു ഷോപ്പിൽ പോയതാണ്. അത് നമ്മുടെ 1-2 കോസ്റ്റ്യൂം ശരിയാവാതെ വന്നപ്പോഴത്തേക്കിന് പോയി നോക്കിയിട്ട് ഡയറക്റ്റ് പോയിട്ട് കുറച്ച് പേരൂടെ ചേർന്നിട്ട് പോയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. അതായത് നമുക്കിങ്ങനെ കോസ്റ്റ്യൂം നോക്കുക, ഡാൻസിന് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക, പ്രോഗ്രാമിന് പോവുക, ഡാൻസ് കളിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ തന്നെ ഇപ്പം കുറച്ച് നാളുകളായിട്ടേ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്ഥിരം ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടാണ് കേട്ടോ. ഈസ്റ്റ് ഫോർട്ട് രാമചന്ദ്ര ആ ഒരു സ്ട്രീറ്റാണ്. അതായത് നമ്മുടെ പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. അവിടെയാണ് നമ്മൾ, അവിടേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ബഡ്ജറ്റൊന്നും അല്ലാത്ത രീതിക്കുള്ള ചെറിയ ബഡ്ജറ്റിലുള്ള ഡ്രസ്സുകൾ, കാര്യങ്ങൾ, ഓർണമെൻറ്റ്സ്, കമ്മലുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങി സ്ട്രീറ്റിലൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, നിറയെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു ഒട്ടുമിക്ക ടെക്സ്റ്റൈൽസുകളിൽ നമ്മൾ കയറിയെന്ന് തന്നെ പറയാം. ഓരോന്ന് നോക്കിയിട്ട് അങ്ങനെ കയറിയിട്ട്, പക്ഷെ ഒന്നും ശരിയായിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ റെൻറ്റിനെടുത്തു, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടക്കുകയാണ്.
അടുത്ത നിങ്ങൾ ഈ കാണുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്യാൻ പോയിട്ട് പിന്നെ അടുത്ത ദിവസമാണ്. ഇത് നമ്മുടെ ദിവ്യ ചേച്ചിയുടെ, അതായത് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടില്ലേ ചേച്ചി എനിക്ക് പ്രോഗ്രാംസിൻ്റെ ടിക്കറ്റ് ഒക്കെ ആക്കി തന്ന പുള്ളിക്കാരത്തിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്റ്റുഡിയോയിൽ വെച്ച് പ്ലാൻ ചെയ്ത ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സ്റ്റുഡിയോയിൽ പറ്റില്ലായിരുന്നു, ചെറിയൊരു അസൗകര്യം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരെയും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഞാനാണ് കുറച്ച് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എല്ലാവരെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒക്കെ വരാനുള്ളൊരു സമയവും സാവകാശവും ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം എല്ലാവരും വർക്കിംഗ് വുമൺസ് ആണ്. അപ്പോൾ എല്ലാവർക്കും വരാനുള്ളൊരു സാവകാശം വേണമല്ലോ, ഈവനിങ് ടൈമിൽ എല്ലാവർക്കും പറ്റുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരെയും വിളിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ ഹസ്ബൻഡിനെയും വിളിച്ച് സംസാരിച്ചു. ആൾക്കറിയാം, ചേട്ടനറിയാം ഞങ്ങൾ ചെല്ലുന്നുണ്ടെന്ന് അറിയാം. ഇത്രയും പേര് ചെല്ലും എന്നൊന്നും അറിയില്ല, ഞങ്ങൾ ചെല്ലും എന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കൂടെയുള്ള എല്ലാവരോടും ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ വന്നു, ഞങ്ങൾ ഒരുമിച്ച് പോയി. അങ്ങനെ ഒരു ചെറിയ രീതിക്ക് ഒരു ചെറിയ ബർത്ത്ഡേ സർപ്രൈസൊക്കെ കൊടുത്തു. ചേച്ചി പ്രതീക്ഷിക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. കാര്യം ചേട്ടൻ്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ചേച്ചി സർപ്രൈസ് ആയി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ എന്തായാലും പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. എനിക്ക് സന്തോഷം ഉണ്ടായി. നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഒരാൾക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ സന്തോഷം കൊടുക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പൊതുവേ പ്ലാനിങ്ങിലൊക്കെ ഭയങ്കര പുറകോട്ടാണ്. അതായത് ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യാമെന്നൊക്കെ വെച്ചാൽ ഭയങ്കര പുറകോട്ടാണ് ഞാൻ. പക്ഷേ എന്തോ അറിയില്ല, ഇത് ഞാൻ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തു, എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു, എല്ലാവരോടും ചോദിച്ചു, എല്ലാവരുടെയും സമയമൊക്കെ നോക്കിയിട്ട് ഓക്കെ ആക്കി. പക്ഷെ എല്ലാവരും സഹകരിച്ചു, നല്ല രീതിക്ക് കാര്യങ്ങൾ നടന്നു. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും വർക്കിംഗ് വുമൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം നല്ലോണം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓരോ പോസ്റ്റുകളിലും ജോലിയിലും ഒക്കെ ഇരിക്കുന്ന ആളുകളാണ്. ഈ ഡാൻസ് പഠിക്കാൻ വരുന്നവരായാലും എല്ലാവരും അങ്ങനെയുള്ള ഓരോ ജോലികളിലൊക്കെ ഉള്ള ആളുകളാണ്. പോലീസിലായിക്കോട്ടെ, ബാങ്കുകളിലായിക്കോട്ടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാവകാശവും സമയവും ഒക്കെ നോക്കിയിട്ട് വേണം നമുക്കിതൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. അതൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ആ ഒരു വാല്യൂവിൽ എടുത്തിട്ട് അവരത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും. അത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ അവരുടെ ഒരു പ്രസൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും വന്നു, വിളിച്ച എല്ലാവരും വന്നു. ഇത് എല്ലാവരും ഇല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു ബാച്ചിലുള്ള കുറച്ച് പേര് മാത്രമാണ്. ഇനിയുണ്ട് ഒരുപാട് പേര്. ബോയ്സ് ഒന്നും വന്നിട്ടില്ല. കാര്യം അവർക്കൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലരും വന്നിട്ടില്ല. പയ്യന്മാർക്ക് പിന്നെ മനോജാണെങ്കിൽ ഷൂട്ടിലാണ്, മനോജിന് വരാൻ പറ്റത്തില്ല. ജിതി ഞാൻ പറഞ്ഞില്ലേ, ജിതി റിയാലിറ്റി ഷോയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പയ്യന്മാർ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ തിരക്കാണ്. ആകെ വന്നത് ഹുനൈസാണ്. ഇപ്പോൾ അവനാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ, അവനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം അവരാണ്. ഇപ്പം ഓൾറെഡി ഒരാൾ വന്നത് അവൻ മാത്രമാണ്. ബാക്കി ആർക്കും വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഇത് ആ ഒരു ടൈമിങ്ങും കൂടി അങ്ങനെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും വേണ്ടില്ല, എല്ലാവരും കൂടെ സഹകരിച്ച് നമ്മൾ അങ്ങനെ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ ചേച്ചിയുടെ വീട്ടിലോട്ട് അങ്ങ് ഇടിച്ച് കയറി ചെന്നു. എന്തായാലും വേണ്ടില്ല, അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഭയങ്കര സന്തോഷമായി. എന്നാൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വൈബാണ്. അങ്ങനെ ചെന്ന് ചെറുതായിട്ടൊന്ന് കൂടി, ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കൂടി. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് അവിടുത്തെ ഒരു കുട്ടി റീല്, അതായത് ആ സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടുക എന്ന് പറയത്തില്ലേ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ചെറിയ രീതിക്കൊരു ഒരു റീലും ഒക്കെ തട്ടിക്കൂട്ടി. ആക്ച്വലി നമ്മൾ എന്തെങ്കിലും സ്റ്റുഡിയോയിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് പ്രാക്ടീസൊക്കെ ചെയ്യാറ്. കാരണം അവിടെ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊന്നും ഒരു ഒതുങ്ങിയ ഏരിയ ആണ്. സിറ്റിക്കകത്താണെങ്കിലും കുറച്ചൊന്നും ഒതുങ്ങിയ ഏരിയ ആണ് ചേച്ചിയുടെ വീടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ അധികം ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോണതാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെല്ലുമ്പം ഒരു പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചേട്ടനും പിള്ളേരും ഒക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം അതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവിടെ ആ ഒരു ഫ്രീഡവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ആളാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ. നമുക്ക് കൂടെ നിൽക്കുമ്പം തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരാളാണ്. ഭയങ്കര ഒരു ജെന്യുവൻ പേഴ്സണാണ്. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഹെൽപ്പായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയത്തില്ലേ, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് ചേച്ചി. എല്ലാവരുടെ കാര്യത്തിലും ഭയങ്കര സിൻസിയറാണ്. അപ്പം അങ്ങനെ ഉള്ള നമ്മുടെ കൂടെ അത്രയും സിൻസിയറായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുമ്പോഴത്തേനും ഇപ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഫുള്ള് കോർഡിനേഷനൊക്കെ ചേച്ചിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ സപ്പോർട്ടീവ് നിന്ന് കൊടുത്താൽ മാത്രം മതി. ഭയങ്കര ഒരു പിന്നെ കോർഡിനേഷൻ സ്കില്ലൊക്കെ ഉള്ള ആളാണ്.
അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാളുടെ കൂടെ നിൽക്കുമ്പം കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പുള്ളിക്കാരത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് കിട്ടും. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ തിരിച്ചു കൊടുക്കാൻ പറ്റുക, അതൊക്കെ അത്രയൊക്കെ കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ സന്തോഷമാണ് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ള സന്തോഷം, ബാക്കിയൊന്നുമല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കുറേയൊക്കെ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക, അതിനെക്കാട്ടിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പം എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ലേഡീസാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാവരും ഭയങ്കര പിന്നെ സഹകരണ മനോഭാവമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറി നിൽക്കലോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ആരും കാണിക്കാറില്ല. ഒരു കാര്യത്തിന് വിളിച്ചാൽ എല്ലാവരും സഹകരിക്കാൻ പരമാവധി ശ്രമിക്കും. പിന്നെ എല്ലാവർക്കും ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ അസൗകര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് ഒരു കാര്യത്തിനും ആരും മാറി നിൽക്കലോ ഒന്നുമില്ല. ഒരു ഡാൻസ് ആയിക്കോട്ടെ, പറ്റുമോ പറ്റത്തില്ലയോ എന്നുള്ളതൊന്നുമല്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ എല്ലാവരെയും വിളിക്കും, എല്ലാവരും കൂടെ വരും, സഹകരിക്കും, നമ്മൾ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അയ്യോ അവർക്കത് പറ്റത്തില്ലല്ലോ ഇവർക്കത് പറ്റത്തില്ലല്ലോ അങ്ങനത്തെ ഒരു മാറ്റി നിർത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ എല്ലാവരുമായിട്ടും സഹകരിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകാൻ പറ്റുന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരോധവും ദേഷ്യമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല രീതിക്ക് സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ടച്ച് വുഡ് അങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെയും ആഗ്രഹം ഇനി എല്ലാ കാലവും. ഞാനിപ്പം ജോയിൻ ചെയ്തിട്ട് 1 ഇയർ ആകുന്നു. ഇപ്പോൾ 1 ഇയർ ആയിട്ട് ഈ 1 ഇയറിനുള്ളിൽ ഒരുപാട് സന്തോഷം തരുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഡാൻസ് സ്കൂളെന്ന് പറഞ്ഞാൽ. നമുക്ക് എപ്പോഴും പോയിരിക്കാനും ഒക്കെ ആയിട്ടും എന്താ പറയുക, ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നൊരു സ്ഥലം എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളൊരു വൈബുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരാണ് കേട്ടോ എനിക്കിവരെല്ലാവരും. നല്ല നല്ല ആളുകളാണ്, നല്ല സ്വഭാവമുള്ള ആളുകളാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഹുനൈസ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ അവനാണ് നമ്മളെ ഡാൻസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ചുറ്റുമിരുന്ന് കുറച്ച് പേരൊക്കെ പോയി കേട്ടോ, കുറച്ച് ലേറ്റായി പോയി. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് റീലൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു സ്പോട്ടിൽ തീരുമാനിച്ചാണ് കേട്ടോ ഒന്ന് റീൽ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ, സോറി. അങ്ങനെ ഒരു ചെറിയ റീലൊക്കെ തട്ടിക്കൂട്ടി അത് ഞാൻ എൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ, വീഡിയോയുടെ ലാസ്റ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ റീലൊക്കെ എടുത്തു. എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി. കാര്യം അന്ന് ഏകദേശം ഒരു 8 മണി 9 മണിയോളം എന്തോ ആയെന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോൾ തന്നെ. കാര്യം നമ്മൾ പോയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്, 7 മണിയോളം ആയി പോയപ്പോഴത്തേക്കിന്. കാര്യം എല്ലാവരും വന്നിട്ട് പോകാനുള്ളൊരു സാവകാശം വേണമല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഇനി ഇപ്പം നമുക്ക് അടുത്ത പ്രോഗ്രാം വരുന്നത് ഇവിടെ ചേച്ചിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിലെ പ്രോഗ്രാമാണ് അടുത്ത വരുന്നത്. അപ്പം ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് പ്രോഗ്രാംസ് നമ്മൾ വേറെയും കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വിശേഷങ്ങളെല്ലാം കൂടെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിടാം. കാര്യം എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. ഇപ്പോൾ തന്നെ എൻ്റെ ഫോണിൻ്റെ ഗാലറി ഏകദേശം നിറഞ്ഞ ഒരവസ്ഥയാണ്. അപ്പം ഇനിയിപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മിക്സ് ചെയ്യുന്നില്ല. അത് ഞാൻ പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് എല്ലാം കൂടെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാം കൂടി എനിക്ക് സോങ്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല. എല്ലാത്തിനും കോപ്പിറൈറ്റ് വരുന്നുണ്ട്, സോങ്സ് ഇടാൻ പറ്റത്തില്ല. അല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.